നമസ്കാരം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ ശനിദശയാണ്. വെറുതെ ഇരുന്ന് ഗവർണറെ ചൊറിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തു നിന്നും പണിയോട് പണി. മുഖ്യമന്ത്രി ഗവർണർ പോര് വീണ്ടും വലിയൊരു വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിരിക്കുന്നത്. ഇപ്പോഴതാ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസ് നൽകിയ മാനനഷ്ട കേസ് കൽക്കട്ട ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു. രാജ്ഭവനിൽ സ്ത്രീകൾ വരുന്നതെന്നും അവർ സുരക്ഷിതരല്ല എന്നും ഗവർണറെ കുറിച്ച് പറഞ്ഞതാണ് വീണ്ടും മമതയ്ക്ക് ആനന്ദ ബോസ് കിട്ടില്ലൻ പണി കൊടുത്തിരിക്കുന്നത്. ഗവർണറെ താടിയിറക്കാനുള്ള മമതയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം മമത പടച്ചുവിട്ടത്. പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ 100-ൽ കൂടുതൽ പേരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ആനന്ദ ബോസ് മമതയ്ക്കെതിരെ തിരിച്ചടിച്ചു. അങ്ങനെ നാണം കെട്ട് മമതയുടെ ആ തന്ത്രവും പാളി. ആ പശ്ചാത്തലത്തിലാണ് ഗവർണർ കോടതിയെ സമീപിച്ച് മമതയ്ക്ക് ഇപ്പോൾ മാനനഷ്ട കേസ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഗവർണർ പറയുന്നത് മമത അനുസരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഭരണഘടനയുടെ 361-ാം അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനും സാധിക്കില്ല. പരാതി ഉയർന്നാൽ ഗവർണർമാരുടെ നിയമം അധികാരമുള്ള രാഷ്ട്രപതിക്ക് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് നിയമം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പോലീസും ഒഴികെയുള്ളവർക്ക് മുന്നിൽ CCTV ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് നേരത്തെ ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റായതും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉള്ളതെന്നുമായിരുന്നു ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. തനിക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെയാണ് ഗവർണർ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി കേസ് കേൾക്കും വരെ അപകീർത്തികരമായ ഒരു പരാമർശവും നടത്തരുതെന്ന് വിലക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് കൃഷ്ണറാവുവിന്റെ സിംഗിൾ ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചത്. രാജ്ഭവൻ സന്ദർശിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് സ്ത്രീകൾ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണർക്കെതിരെ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് ഗവർണർ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പോലുള്ള ഉന്നത പദവി വഹിക്കുന്നവർ വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ അഭിപ്രായങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഗവർണർ തിരിച്ചടിച്ചിരുന്നു. സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തൃണമൂൽ സർക്കാരും ചാൻസലറുമായ ഗവർണർ CV ആനന്ദ ബോസും തമ്മിൽ തുറന്ന പോരാണ് ഇപ്പോൾ. അതായിരുന്നു മമതയും ആനന്ദ ബോസും തമ്മിൽ ആദ്യ പ്രശ്നം നടക്കുന്നത്. അതിൽ മമതയുടെ ചൊൽപ്പടിയിൽ നിൽക്കാതെ വന്നതോടു കൂടിയാണ് മമതയും ആനന്ദ ബോസും തമ്മിൽ രണ്ടാമത്തെ പ്രശ്നം സൃഷ്ടിക്കുന്നതും ആനന്ദ ബോസ് രാജ്ഭവനിൽ ഒരു സ്ത്രീയെ കയറി പീഡിപ്പിച്ചു എന്ന കള്ളക്കഥകൾ മമത പടച്ചുവിട്ടത്. അതിനുശേഷമാണ് മൂന്നാമത്തെ സംഭവമായിട്ട് മമത വീണ്ടും ഒരു പോലീസുകാരെ കൊണ്ട് ആനന്ദ ബോസിനെ ആക്രമിക്കാനുള്ള സംഭവം അരങ്ങേറി. അപ്പോഴാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആനന്ദ ബോസ് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ആനന്ദ ബോസ് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തതും. എന്തായാലും മമത ഇനി കൂടുതൽ തലപൊക്കിയാൽ ആനന്ദ ബോസ് കൊല്ലംകാരനാണ്, അടിച്ച് തല പൊട്ടിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതായത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് മമതയുടെ തലയിൽ ഓരോ കേസുകളും ആനന്ദ ബോസ് കൃത്യമായ കേസുകൾ രജിസ്റ്റർ ചെയ്തു പോകും. അതിനുള്ള നടപടി, കടുത്ത നടപടി ആനന്ദ ബോസിനെ കൊണ്ട് മമത ചെയ്യിപ്പിക്കാതിരുന്നാൽ മമതയ്ക്ക് കുറച്ചു കാലമെങ്കിലും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞു പോകാം.